ഹായ്, ക്രിസ്പി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കൊഞ്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പ്രോൺ ടെമ്പ്യൂറ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന്. നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. എടുത്തു വെച്ചിട്ടുള്ള മൈദപ്പൊടി, കോൺഫ്ലോർ, ഓരോ പൊടികളായിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, വൈറ്റ് പെപ്പർ, ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഈസ്റ്റും കൂടി ചേർക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ രീതിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൊഞ്ചിനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ച് ചുരുണ്ട് പോകാതിരിക്കാൻ നമുക്കൊരു ഇർക്കിലോ ടൂത്ത് പിക്കോ എടുത്ത് ഈ രീതിയിൽ ഒന്ന് കുത്തിയെടുക്കാം. ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിക്കാം. നമ്മൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഈ കൊഞ്ച് വാലിൽ പിടിച്ച് ഇതിലോട്ട് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്ത് ഇതിലോട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് നല്ല രീതിയിൽ മൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അകത്ത് കുത്തിവെച്ച ഈ ടൂത്ത് പിക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് സോസ് തയ്യാറാക്കാം. കുറച്ച് മയോനൈസ്, കെച്ചപ്പ്, കുറച്ച് ചില്ലി സോസ്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സോസ് റെഡി ആയി വന്നിട്ടുണ്ട്.